പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പാസീവ് വോയിസിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യം എന്താണ് പാസീവ് വോയിസ് എന്ന് നോക്കാം. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വരികയും അവിടെയുള്ള ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വരികയും ചെയ്ത് ആ രൂപത്തിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഒരു ഉദാഹരണം. രാജു കില്ലിഡ് രാധ. രാജു രാധയെ കൊന്നു. ആരെയാണ് കൊന്നത്? രാധയെയാണ് കൊന്നത്. കൊന്നത് ആരാണ്? രാജു. അപ്പൊ സബ്ജക്റ്റ് രാജുവാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ആദ്യം പറയുന്ന സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസ്. ഇനി പാസീവ് വോയിസ് ആകുമ്പോൾ ആക്റ്റീവ് വോയിസിൽ പറഞ്ഞ സബ്ജക്റ്റിനെ, ആക്റ്റീവ് വോയിസ് ഇതാണല്ലോ, അതിൽ പറഞ്ഞ സബ്ജക്റ്റ് രാജു ആണ്. ആ രാജു എന്ന സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് നോക്കൂ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് ആകുന്ന രാധയെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് നോക്കൂ. നേരത്തെ ഒബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്ന രാധ എന്ന പദത്തെ സബ്ജക്റ്റ് ആക്കി മാറ്റുകയും നേരത്തെ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്ന രാജുവിനെ ഒബ്ജക്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്ന ഈ രൂപത്തിൽ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തും കൊണ്ടുവരുന്ന ഒരു രീതിയിൽ സെന്റൻസുകളെ മാറ്റുന്ന രീതിയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വളരെ വ്യാപകമായും പാസീവ് വോയിസ് മലയാളത്തിലുള്ളതിനേക്കാൾ കൂടുതലായി ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടെ പാസീവ് വോയിസ് എന്ന പാഠം നമ്മൾ പഠിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. പാസീവ് വോയിസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ ആണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഈ 8 പോയിന്റുകൾ നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് പാസീവ് വോയിസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്, പാസീവ് വോയിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. നോക്കൂ, ഐ റൈറ്റ് എ നോവൽ. ഇവിടെ നോവൽ എന്നത് ഒബ്ജക്റ്റാണ്. നോവൽ എന്നത് ഒബ്ജക്റ്റാണ്, ആക്റ്റീവ് വോയിസ് ആണ്. ഈ ആക്റ്റീവ് വോയിസിലുള്ള നോവൽ എന്ന ഒബ്ജക്റ്റിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ അതിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പാസീവ് വോയിസ് ആക്കുമ്പോൾ അതിനെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ആ രൂപത്തിൽ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ടുവരണം എന്നതാണ് ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമം വളരെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. പാസീവ് വോയിസ് ആക്കുമ്പോൾ ഏത് ടെൻസിന്റെ പാസീവ് വോയിസ് ആണെങ്കിലും തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ നേരത്തെ പറഞ്ഞ വേർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ നേരത്തെ ഓരോ വേർബുകളുടെയും ഫസ്റ്റ് വേർബ് 1, വേർബ് 2, വേർബ് 3 പറഞ്ഞിരുന്നു. അപ്പോൾ വേർബ് 3 മാത്രമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കാവൂ. നോക്കൂ, ഐ റൈറ്റ് എ നോവൽ. റൈറ്റ് എന്ന വേർബ് 1 ആണ്, പക്ഷെ പാസീവ് വോയിസ് ആകുമ്പോൾ റിട്ടൺ തേർഡ് ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, പാസീവ് വോയിസ് ആക്കുന്ന ടെൻസുകളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ടെൻസുകളിൽ എല്ലാ ടെൻസുകൾക്കും പാസീവ് വോയിസ് ഇല്ല എന്നതാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ഈ കാറ്റഗറിയിൽ വരുന്ന 3 ടെൻസുകൾ, പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കീഴിൽ വരുന്ന 3 ടെൻസുകൾ, അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകട്ടെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകട്ടെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകട്ടെ, ഈ 3 പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾക്കും പാസീവ് വോയിസ് ഇല്ല. അതോടൊപ്പം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനും പാസീവ് വോയിസ് ഇല്ല. അപ്പോൾ പാസീവ് വോയിസ് ഇല്ലാത്ത 4 ടെൻസുകളാണ്. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് തുടങ്ങിയ 4 ടെൻസുകൾക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ 3 പേർക്കുമില്ല, അതോടൊപ്പം ഫ്യൂച്ചർ കണ്ടിന്യൂസിനുമില്ല. ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. പാസീവ് വോയിസ് ഇല്ലാത്ത 4 സെന്റൻസുകൾ ഇംഗ്ലീഷിലുണ്ട്. ഏതൊക്കെയാണ്? 4 ടെൻസുകളുണ്ട്. 3 പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസുമാണ് അവ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പാസീവ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 8 പോയിന്റുകളിൽ ആദ്യത്തെ 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആകണം, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആകണം. രണ്ടാമത്തെ പോയിന്റ്,
വേർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. മൂന്നാമത്തെ പോയിന്റ്, 4 ടെൻസുകൾക്ക് പാസീവ് വോയിസ് ഇല്ല. അതുകൊണ്ട് പാസീവ് വോയിസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ 4 ടെൻസുകളുടെ ഭാഗത്തേക്ക് പോലും നമ്മൾ പോകേണ്ടതില്ല. കാരണം ആ 4 ടെൻസുകൾക്ക് പാസീവ് വോയിസ് ഇല്ല എന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ് നോക്കൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പ്രസന്റ് ടെൻസ് പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് അവയുടെ കൂടെ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് ചേർക്കണം. ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് ചേർക്കണം. നോക്കൂ, ഒരു ഉദാഹരണം നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഐ റൈറ്റ് എ നോവൽ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണല്ലോ, ഐ റൈറ്റ് എ നോവൽ. അവിടെ എ നോവൽ ഈസ്, നോവൽ ആയതുകൊണ്ട് ഇവിടെ ഈസ് വന്നു. ഇവിടെ മാംഗോ, ഐ ഈറ്റ് മാംഗോസ്, ഞാൻ മാങ്ങകൾ തിന്നുന്നു എന്നാണെങ്കിൽ മാംഗോസ് ആർ ഈറ്റൺ ബൈ മീ എന്നാകുമായിരുന്നു. ഇവിടെ നോവൽ എന്ന് സിംഗുലർ ആയതിനാൽ ഈസ് ചേർത്തു. അല്ലെങ്കിൽ ആം, ഈസ്, ആർ, 3-1 അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ ആണ് സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ ഉദാഹരണം പറയാം. ഒരു ആക്റ്റീവ് വോയിസിന്റെ ഉദാഹരണം, ഹി ബീറ്റ്സ് മീ, അവൻ എന്നെ അടിക്കുന്നു. അവൻ എന്നെയാണ് അടിക്കുന്നത്. അപ്പൊ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഐ ആം ബീറ്റൺ ബൈ ഹിം എന്ന് വരും, ഐ ആം എന്ന രൂപത്തിൽ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അവിടെ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് അതിന്റെ പാസീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കണം എന്നതാണ് 4ാമത്തെ നിയമം. ഇനി 5ാമത്തെ നിയമം എന്താണ്? 5ാമത്തെ വളരെ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ട നിയമം, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചിരിക്കണം. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചിരിക്കണം. നോക്കൂ, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ഉദാഹരണം നോക്കൂ. സിമ്പിൾ പാസ്റ്റ്, ഷീ ഡെലിവേർഡ് ദ ലെറ്റേഴ്സ്. ഇവിടെ ദ ലെറ്റേഴ്സ് വേർ ഡെലിവേർഡ്. ഇവിടെ ലെറ്റേഴ്സ് എന്നില്ലാതെ ലെറ്റർ എന്ന് മാത്രമായിരുന്നുവെങ്കിൽ ദ ലെറ്റർ വാസ് ഡെലിവേർഡ് എന്നാകുമായിരുന്നു. ഇവിടെ ഷീ ഡെലിവേർഡ് ദ ലെറ്റേഴ്സ് എന്ന് ആയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇവിടെ ബാധകമാണ്. നോക്കൂ, ഇവിടെ ലെറ്റേഴ്സ് എന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണുള്ളത്. ആ ഒബ്ജക്റ്റ് ഇവിടെ വന്നപ്പോൾ പാസീവ് വോയിസ് ആയപ്പോൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കയറി. തേർഡ് ഫോം ഉപയോഗിക്കുക എന്നതാണ് 2ാമത്തെ നിയമം. ആ നിയമവും നമ്മൾ ഇവിടെ പാലിച്ചു. 2ാമത്തെ നിയമം തേർഡ് ഫോം ആവുക, അതും പാലിച്ചു. ഇനി 3ാമത്തെ സിമ്പിൾ പാസ്റ്റ് ആയതിനാൽ അവിടെ വേർ ഉപയോഗിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട നിയമം. അപ്പോൾ ദ ലെറ്റേഴ്സ് വേർ ഡെലിവേർഡ് എന്നതാണ് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആ ഭാഗം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാത്തവർ ഗ്രാമർ ക്ലാസ് കേട്ട് തന്നെ ക്ലിയർ ചെയ്യണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പോകുന്ന ക്ലാസ് ആണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി 4ാമത്തെ 4ഉം 5ഉം നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ വാസ് വേർ ഉപയോഗിക്കണം. സിമ്പിൾ പ്രസന്റിനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെങ്കിൽ അവിടെ ആമീസ് ആർ ഉപയോഗിക്കണം. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട നിയമം, ആക്റ്റീവ് വോയിസിൽ വില്ലുണ്ടെങ്കിൽ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് ബി ചേർക്കണം. അതിന്റെ കൂടെ ഒരു ബി എന്ന പദം ചേർക്കണം. നോക്കൂ, ഒരു ഉദാഹരണം നോക്കാം. ഐ വിൽ റൈറ്റ് എ ലെറ്റർ. അതിന്റെ പാസീവ് വോയിസ് ആക്കുമ്പോൾ നോക്കൂ, എ ലെറ്റർ എന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വന്നു. അതിനുശേഷം തേർഡ് ഫോം ഉപയോഗിച്ചു. വില്ല് വന്നെടുത്ത് വില്ലിന്റെ കൂടെ ബി ചേർത്തു, വിൽ ബി. എ ലെറ്റർ വിൽ ബി റിട്ടൺ എന്നതാണ് അതിന്റെ പേര്. എ ലെറ്റർ വിൽ ബി റിട്ടൺ എന്നതാണ് ഉപയോഗിക്കുന്നത്. ആ രൂപത്തിൽ വില്ല് വന്നാൽ ബി ഉപയോഗിക്കണം. അടുത്ത നിയമം, ആ ആക്റ്റീവ് വോയിസിൽ ING ഉണ്ടെങ്കിൽ പാസീവ് വോയിസിൽ അതിന്റെ കൂടെ ബീയിങ് എന്ന പദം ചേർക്കണം. ബീയിങ് നോക്കൂ, ബീയിങ് എന്ന പദം പാസീവ് വോയിസിൽ ചേർക്കണം. ഒരു ഉദാഹരണം നോക്കൂ. I am making a cake. ഇവിടെ മേക്കിംഗ് ING, ആക്റ്റീവ് വോയിസിൽ ING ഉണ്ട്. അതുകൊണ്ട് പാസീവ് വോയിസ് ആക്കുമ്പോൾ എ കേക്ക് എന്നത് ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വന്നു. ശേഷം ഈസ് ബീയിങ്, ING വന്നാൽ ബീയിങ് ചേർക്കണം എന്ന് പറഞ്ഞല്ലോ. ഈസ് ബീയിങ്
അതിനുശേഷം മെയ്ക്ക് എന്നതിന്റെ തേർഡ് ഫോം ഉപയോഗിച്ചു, മെയ്ഡ്. എ കേക്ക് ഈസ് ബീങ് മെയ്ഡ്. ING വന്നാൽ ഇവിടെ നോക്ക്, ഷീ വാസ് ഡെലിവറിങ് ദ ലെറ്റേഴ്സ്. ദ ലെറ്റേഴ്സ് വേർ ബീങ്. ബീങ് വരാൻ കാരണം ആക്റ്റീവ് വോയിസിൽ ING ഉണ്ട് എന്നതാണ്. ഇനി അടുത്ത നിയമം, അപ്പോ ING ഉണ്ടെങ്കിൽ പാസീവ് വോയിസിൽ ബീങ് വരണം എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട നിയമം. ഇനി അടുത്ത പോയിന്റ്, എട്ടാമത്തെ പോയിന്റ്, ആക്റ്റീവ് വോയിസിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ ഹാവ്, ഹാസ്, ഹാഡ് ഇവയിലൊന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ അവയുടെ കൂടെ ബീൻ എന്ന പദം ചേർക്കണം. ബീൻ എന്ന പദം ചേർക്കണം. ഇവിടെ നോക്കൂ, യു ഹാഡ്, ഹാവ്, ഹാസ്, ഹാഡ് അവയിലൊന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. യു ഹാഡ്, ഹാഡ് ഉണ്ട്, അതുകൊണ്ട് അതിന്റെ പാസീവ് വോയിസ് ആക്കുന്നത് നോക്കൂ. യു ഹാഡ് ഡൺ ദ വർക്ക് എന്നതിന്റെ പാസീവ് വോയിസ് ദ വർക്ക് എന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നു. ഇനി യു ഹാഡ് വന്നതുകൊണ്ട് ഹാഡ് ബീൻ എന്ന് ചേർത്തു. ഡൺ എന്ന തേർഡ് ഫോം ചേർക്കണമെന്ന് നിയമമുള്ളത് കൊണ്ട് തേർഡ് ഫോം ചെയ്തു. ദ വർക്ക് ഹാഡ് ബീൻ ഡൺ. ഈ രൂപത്തിൽ ഹാസ്, ഹാവ്, ഹാഡ് ഇവയിലൊന്ന് വന്നാൽ, ഇവിടെ ഹാവ് വന്നത് നോക്കൂ, ഹാവ് ബീൻ എന്ന് വന്നു. ഈ രൂപത്തിൽ ഹാസോ ഹാഡോ ഹാവോ വന്നാൽ അതിന്റെ പാസീവ് വോയിസിൽ ബീൻ ചേർക്കണം എന്നതാണ് അടുത്ത നിയമം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട നിയമങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്താൽ പാസീവ് വോയിസ് എന്ന ഭാഗം എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കേട്ട് ക്ലിയർ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.